ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഓപ്പൺ സെറ്റുകളുടെ എക്സാമ്പിൾസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നമ്മൾ ലാസ്റ്റ് ഈ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടായിരുന്നു, 1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 2. അപ്പോൾ ഈ ഒരു റീജിയൻ ഓപ്പൺ സെറ്റ് ആണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജനറലൈസേഷൻ, ആ റേഡിയസ് 1ഉം 2ഉം എന്നുള്ളതിന് പകരം റോ 1ഉം റോ 2 എടുക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ജനറലൈസേഷൻ വരുന്നത് ആ ടൈപ്പ് ഫിഗറുകളുടെ. അതായത് റോ 1 ലെസ് ദാൻ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ റോ 2. മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു റോ 1 അല്ലെങ്കിൽ റോ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു റോ എന്ന് പറയുന്നത് സെറ്റ് നോട്ട് സെൻറ്ററും റോ റേഡിയസും വരുന്ന സർക്കിൾസിൻ്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ റോ 1 ലെസ് ദാൻ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ റോ 2 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ റീജിയനെയാണ്. ഈ റീജിയനെ നമ്മൾ ആനുവലസ് എന്നാണ് പറയുക, ആനുവലസ് റീജിയൻ എന്നാണ് പറയുക. അപ്പോൾ ഇത് റോ 1 റേഡിയസിൻ്റെയും റോ 2 റേഡിയസിൻ്റെയും ഇടയിലുള്ള ആനുവലസ് റീജിയനെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയനാണ് കേട്ടോ. അപ്പോൾ ഈ ആനുവലസ്, ഓപ്പൺ ആനുവലസ് എന്നാണ് പറയാം. അപ്പോൾ ആനുവലസ് റീജിയൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത് പറയുന്ന കാര്യം, if every neighborhood of a point set node contains at least one point that is in a set S and at least one a point that is not in the set S, then set node is said to be a boundary point of S. ബൗണ്ടറി പോയിന്റ് പറഞ്ഞ മുമ്പത്തെ കുറച്ച് എക്സാമ്പിളുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൗണ്ടറി എന്നാണ് നമ്മൾക്ക് കുറേ എക്സാമ്പിൾസിൽ ബൗണ്ടറി തന്നിട്ടുണ്ടായിരുന്നില്ലേ. അതായത് മോഡ് റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഈ എക്സാമ്പിളിൽ നമ്മൾ ഈ പോയിന്റ് എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് എത്ര മൈന്യൂട്ട് റേഡിയസിൽ നമ്മൾ നൈബർഹുഡ് വരച്ചാലും ഇതിൻ്റെ കുറച്ച് ഭാഗം എന്തായാലും എസ്സിന് പുറത്തേക്ക് കിടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ പോയിന്റിൽ ഈ അറ്റത്തുള്ള എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ലൈനുമേലുള്ള ഈ അറ്റത്തുള്ള ബൗണ്ടറിയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റീജിയനിൽ നിന്ന് നമ്മൾ ആ ബൗണ്ടറി ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബൗണ്ടറിയിലെ പോയിന്റിൻ്റെ പ്രത്യേകത ഇതായിരിക്കും, അതിൻ്റെ ഏത് നൈബർഹുഡ് എടുത്താലും അതിലെ കുറച്ച് ഭാഗം എസ്സിൽ ആയിരിക്കും, കുറച്ച് ഭാഗം ഔട്ട്സൈഡ് എസ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പോയിന്റ്സിൻ്റെ നൈബർഹുഡ്സിൽ പോയിന്റ്സ് ഇൻ എസ്സും ഉണ്ടാവും, പോയിന്റ്സ് നോട്ട് ഇൻ എസ്സും ഉണ്ടാവും. അത്തരത്തിലുള്ളൊരു പോയിന്റിനെയാണ് നമ്മൾ ബൗണ്ടറി പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ മറ്റേതിന് ഫുൾ എസ്സിലെ പോയിന്റ്സ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇൻറ്റീരിയർ പോയിന്റ്സ് എന്നാണ് പറയുക. അപ്പോൾ എസ്സിലുള്ളതും എസ്സിലില്ലാത്തതുമായ പോയിന്റ്സ് നൈബർഹുഡിൽ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ ബൗണ്ടറി പോയിന്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, the boundary point of a set S is the set of all boundary points of S. ബൗണ്ടറി ഓഫ് എ സെറ്റ് എസ്, ഒരു സെറ്റിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ബൗണ്ടറി പോയിന്റ്സും ചേർന്നതാണ് അതിൻ്റെ ബൗണ്ടറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ ദ സെറ്റ് ഓഫ് പോയിന്റ്സ് ഡിഫൈൻഡ് ബൈ റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ ആ സെറ്റാണത്. ദ പോയിന്റ്സ് ഓൺ ദ ലൈൻ എക്സ് ഈക്വൽ ടു 1 ആർ ദ ബൗണ്ടറി പോയിന്റ്സ്. ഇപ്പം ഞാൻ പറഞ്ഞു തന്നില്ലേ ഈ എക്സാമ്പിൾ, ഇതിൽ ഈ എക്സ് ഈക്വൽ ടു 1 ആണ് കണ്ടത്, അതിൽ തിക്ക് ലൈനായിട്ട് അത് കാണിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈക്വൽ ടു 1 എന്നുള്ള ലൈൻ കൂടി അവിടെ ഇൻക്ലൂഡഡ് ആണ്, അതാണ് അതിൻ്റെ ബൗണ്ടറി ആയിട്ട് വരുന്നത്. അതിന്മേൽ വരുന്ന പോയിന്റ്സിനാണ് ഏത് നൈബർഹുഡ് എടുത്താലും പോയിന്റ്സ് ഇൻ എസ്സും പോയിന്റ്സ് നോട്ട് ഇൻ എസ്സും വരുന്നത്. അപ്പോൾ ആ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ലൈനാണ് അവിടുത്തെ ബൗണ്ടറി ആയിട്ട്, ബൗണ്ടറി പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, the points on the circle mod z minus I equal to 2 are boundary points for the disk mod z minus I less than or equal to 2. mod z minus I less than or equal to 2 എന്നുള്ള ഡിസ്ക് കൺസിഡർ ചെയ്താൽ, സർക്കിൾ ഷേപ്പിലുള്ള ഫുൾ ഡിസ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലെ പോയിന്റ്സും വരും, അതിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ബൗണ്ടറി പോയിന്റ്സും വരും. അതായത് I എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ സെൻറ്ററും 2 റേഡിയസിലുള്ളതുമായിട്ടുള്ള ഈ ഡിസ്ക് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിൻ്റെ ഭാഗമായിരിക്കും അതിൻ്റെ ബൗണ്ടറി, അല്ലേ? ആ സർക്കിളിൻ്റെ ഇക്വേഷൻ ആയിരിക്കും അതിൻ്റെ ബൗണ്ടറി ആയിട്ട് വരിക. അപ്പോൾ ഏതൊരു ഡിസ്ക് കൺസിഡർ ചെയ്താലും അതിന് ആ ഏറ്റവും അറ്റത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ അല്ലേ ഏറ്റവും ബൗണ്ടറി ആയിട്ടാണ് വരുന്നത്. ഡിസ്കിൻ്റെ ഇക്വേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വരും, അതിന് കറസ്പോണ്ടിങ് അവിടെ വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ സെറ്റ് മൈനസ് ഐ, മോഡ് സെറ്റ് മൈനസ് ഐ ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ ബൗണ്ടറി പോയിന്റ്സ് ആയിട്ട് വരിക ആ സർക്കിളാണ്, സർക്കിളിൻ്റെ ഇക്വേഷനാണ്, സർക്കിളിന്മേലുള്ള പോയിന്റ്സ് ആണ് അതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്തത് ഒരു സെറ്റ് എപ്പോഴാണ് കണക്റ്റഡ് എന്ന് പറയാമെന്നാണ് പറയുന്നത്. ഇഫ് എനി പെയർ ഓഫ് ദ പോയിന്റ്സ് Z1 and Z2 in an open set S can be connected by a polygonal line that lies entirely in the set, then the open set S is said to be connected.
അപ്പോൾ ഏത് രണ്ട് പോയിന്റ്സ് ഓപ്പൺ സെറ്റ്, ഒരു സെറ്റ് ഓപ്പൺ സെറ്റാണ് എന്ന് പറയണമെങ്കിൽ ഈ സെറ്റിൽ നിന്ന് ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും അതിനെ ഒരു പോളിഗണൽ ലൈൻ, അതായത് പോളിഗണൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ലൈൻസ് നമുക്ക് യൂസ് ചെയ്യാം. പോളിഗണൽ ലൈൻസ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റണം. ആ പോളിഗണൽ ലൈൻസിൻ്റെ പ്രത്യേകത ആ ലൈൻസ് എല്ലാം എസ്സിൽ തന്നെ ലൈ ചെയ്യുന്ന, ആ സെറ്റിൽ തന്നെ ലൈ ചെയ്യുന്ന ലൈൻസ് ആയിരിക്കണം. ഇപ്പോൾ നോക്കിയാൽ ഈ ഒരു സെറ്റ് കണക്റ്റഡ് ആണോ എന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് എടുത്ത് നോക്കുക. ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് അവർ തമ്മിൽ ഈ എസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പോളിഗണൽ ലൈൻസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. എസ്സിൻ്റെ തന്നെ ഉള്ളിലുള്ള പോളിഗണൽ ലൈൻസ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു കണക്റ്റഡ് സെറ്റാണ്. ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ പോളിഗണൽ ലൈൻസ് ഉപയോഗിച്ച്, അതിൻ്റെ ഉള്ളിൽ കെടുക്കാത്ത പോളിഗണൽ ലൈൻസ് ഉപയോഗിച്ച് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അത് കണക്റ്റഡ് അല്ല. ഈ കണക്ട് ചെയ്യുന്ന ലൈൻസ് കംപ്ലീറ്റ് ഈ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കണം കിടക്കുന്നുണ്ടാവുക. അങ്ങനെ ഏത് രണ്ട് പോയിന്റ് എടുത്താലും അവരെ തമ്മിൽ കണക്ട് ചെയ്ത് പോളിഗണൽ ലൈൻസ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ആ സെറ്റ് കണക്റ്റഡ് ആണ്. ഓക്കെ. An open connected set is called a domain. ഒരു ഓപ്പൺ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ കണക്റ്റഡ് എന്താണെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ഓപ്പൺ കണക്റ്റഡ് ആയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ ഒരു ഡൊമൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഒരു റീജിയൻ നോക്കാം. എ റീജിയൻ ഈസ് എ ഡൊമൈൻ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ വിത്ത് ഓൾ, സം ഓർ നൺ ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ്. ഒരു റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡൊമൈനാണ്. ചിലപ്പോൾ അതിന് ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ അതിന് ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടാവില്ല. ഓക്കെ. ഇനി എ റീജിയൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ് ഈസ് സെറ്റ് ടു ബി ക്ലോസ്ഡ്. ബൗണ്ടറി പോയിന്റ്സ് ഉള്ള റീജിയൻ ആണ് എങ്കിൽ ആ റീജിയൻ നമ്മളൊരു ക്ലോസ്ഡ് റീജിയൻ ആണ് എന്ന് പറയും. ഓക്കെ. ഇത് ഡിസ്ക് ഡിഫൈൻഡ് ബൈ മോഡ് സെറ്റ് മൈനസ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, നേരത്തെ നമ്മൾ കണ്ട ഡിസ്ക് തന്നെയാണ്. ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ക്ലോസ്ഡ് റീജിയൻ. ഇതൊരു ക്ലോസ്ഡ് ഡിസ്ക് ആണ്. ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് മോഡ് സെറ്റ് മൈനസ് ഐ ഈക്വൽ ടു 2 എന്ന് വരുന്ന സർക്കിളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ബൗണ്ടറി പോയിന്റ്സും കൂടിയുള്ള ഒരു റീജിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലോസ്ഡ് റീജിയൻ ആണ്. നമുക്കറിയാം ഇതൊരു ഡിസ്ക്കാണ്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് റീജിയൻ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ക്ലോസ്ഡ് ഡിസ്ക് എന്നാണ് കേട്ടോ പറയുക. ബൗണ്ടറി പോയിന്റ്സും കൂടി ഉള്ളതുകൊണ്ട് അതിനെ നമ്മൾ ക്ലോസ്ഡ് ഡിസ്ക് എന്നാണ് പറയുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി എക്സസൈസിൽ കുറച്ച് പ്രോബ്ലംസ് കിടക്കുന്നുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കണം. ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. തിയറി ആയതുകൊണ്ട് ഇത് പ്രോബ്ലംസ്, ഇതിൽ നിന്ന് ചോദിക്കാവുന്ന പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാൽ തന്നെയാണ് മനസ്സിലാവുള്ളൂ. തിയറി മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, അതിൽ നിന്നുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് എക്സാമിന് ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ കുറച്ച് പ്രോബ്ലംസ് എടുക്കുന്നുണ്ട്. എല്ലാ സെറ്റിൽ നിന്നും കുറച്ച് പ്രോബ്ലംസ് വീതം നമുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്തേക്കാം, അത് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പ്രോബ്ലംസിൽ നിന്ന് കുറേശ്ശെ വീതം, എല്ലാത്തിൽ നിന്നും ഒരു 2-3 എണ്ണം വീതം ചെയ്ത് നോക്കാം. അപ്പോൾ നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഓക്കെ.